ഇന്ന് നമ്മുടെ അമ്പുടുക്കുഞ്ഞിന് പെട്ടെന്നൊരു പനി പിടിച്ചു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്. കാരണം അമ്പുടുക്കുഞ്ഞ് ഇന്നലെ രാത്രി നല്ല ആക്റ്റീവായിട്ട് കിടന്നുറങ്ങിയ ആളാണ് കേട്ടോ. ഒരു 3 മണി 4 മണിയായിട്ട് എണീച്ചിട്ട് ഭയങ്കര കരച്ചിൽ. അപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ ഭയങ്കര പനി. അപ്പോൾ പിന്നെ രാവിലെ എണീച്ചപ്പോഴും നല്ലതായിട്ട് പനിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് മരുന്നൊക്കെ കൊടുത്തിട്ട് കിടത്തി ഉറക്കിയെങ്കിലും പിന്നെയും കൊച്ചിന് പനിക്കുമായിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോവാണ്. പോണ വഴിക്ക് സ്വാതന്ത്ര്യദിനത്തിൻ്റെ കൊടിയുയർത്തലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അമ്പുടുക്കുഞ്ഞിനെ പതിവ് കാണിക്കുന്ന ക്ലിനിക്കിലാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനത്തെ ഞങ്ങളാണെങ്കിൽ ക്ലിനിക്കിലെത്തി. അപ്പോൾ അമ്പുടുക്കുഞ്ഞാണെങ്കിൽ നല്ല ഉറക്കത്തിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ക്ഷീണം കൊണ്ടാണ് നമ്മുടെ അമ്പുടുക്കുഞ്ഞ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേനും നല്ല ആക്റ്റീവായിട്ടിരിക്കും കേട്ടോ. കാരണം ഇവിടെ ഒത്തിരി ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെയാണെങ്കിൽ അമ്പുടുക്കുഞ്ഞിൻ്റെ ഡോക്ടറിനെ അമ്പുടുക്കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിഠായി ഒക്കെ കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരി ഡോക്ടറിൻ്റെ അടുത്ത് വരാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ നമ്മൾ വെയിറ്റൊക്കെ ചെയ്ത അമ്പുടുക്കുഞ്ഞിനെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ. അപ്പോൾ ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞു വൈറൽ പനിയാണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ആണെങ്കിൽ വൈറൽ പനിയുടെ ഒരു സീസണൊക്കെയാണ് കേട്ടോ എന്നും പറഞ്ഞ് അമ്പുടുക്കുഞ്ഞിന് ഇതേ. അപ്പം നമ്മുടെ ഡോക്ടറാണെങ്കിൽ ഈ ടോയൊക്കെ കൊടുത്തു, പിന്നെ ഒരു മിഠായിയും കൊടുത്തു കേട്ടോ. അമ്പുടുക്കുഞ്ഞ് അപ്പം ആക്റ്റീവായിട്ട് എണീച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മരുന്നൊക്കെ അപ്പം തന്നെ നമുക്ക് ഡോക്ടർ കൊടുത്തായിരുന്നു കേട്ടോ നമ്മുടെ അമ്പുടുക്കുഞ്ഞിന്. അതുകൊണ്ടാണ് പുള്ളിക്കാരി പെട്ടെന്ന് ഉഷാറായത്. പിന്നെ ഇതേ അമ്പുടുക്കുഞ്ഞിനെയൊക്കെ എടുത്തു വെച്ച് ഞങ്ങളാണെങ്കിൽ പയ്യെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇന്ന് സ്വാതന്ത്ര്യദിനമായിരുന്നു. അപ്പോൾ ആണെങ്കിൽ സാധാരണ അമ്പുടുക്കുഞ്ഞിനെ കൊണ്ട് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണതാണ്. അമ്പുടുക്കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് ഇന്നതൊന്നും നടക്കില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാനാണെങ്കിൽ ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഫ്ലാഗ് കൊണ്ട് കൈ കൊടുത്തപ്പോൾ അമ്പുടുക്കുഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിട്ട് പിന്നെ എന്നോട് തന്നെ പറഞ്ഞു നമുക്ക് വീഡിയോ ഒക്കെ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് റോട്ടിൽ കൂടെ ഇറങ്ങി കിടക്കണതാണ്. അപ്പോൾ ആണെങ്കിൽ സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ പുള്ളിക്കാരിയാണെങ്കിൽ വീടൊക്കെ തുടച്ചുകൊണ്ട് കിടക്കണതാണ്. കാരണം എൻ്റെ കുഞ്ഞിന് പറ്റൂല കുഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ തുടച്ചോളാന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം പെരയൊക്കെ തുടച്ചുകൊണ്ട് കിടന്നുവിട്ടു. പിന്നെ എന്നോട് ഒന്ന് ചിപ്പി തുടച്ചോ എന്ന് പറഞ്ഞു. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ അമ്പുടുക്കുഞ്ഞിന് പിന്നെയും പനി കൂടി. ഞങ്ങൾ വീണ്ടും ആ ക്ലിനിക്കിലോട്ട് തന്നെ വന്നു കേട്ടോ. കാരണം രാവിലത്തെ ഉഷാരൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു അമ്പുടുക്കുഞ്ഞ് ഇനി ആക്റ്റീവ് ആയിക്കോളൂ എന്ന്. പക്ഷെ പെട്ടെന്നായിരുന്നു വീണ്ടും പനി കൂടിയത്. പിന്നെയാണെങ്കിൽ പേടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലിനിക്കിലോട്ട് കൊണ്ടുവന്നു കേട്ടോ. പെട്ടെന്ന് തന്നെയാണെങ്കിൽ ഡോക്ടർ അമ്പുടുക്കുഞ്ഞിന് മെഡിസിനൊക്കെ കൊടുത്തു കേട്ടോ. കുറച്ച് നേരം ഒബ്സർവേഷനിലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്പുടുക്കുഞ്ഞ് മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ റിക്കവർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ടോയൊക്കെ കണ്ടപ്പോൾ അമ്പുടുക്കുഞ്ഞ് അതൊക്കെ എടുത്ത് കളിക്കാനായിട്ട് തുടങ്ങി. വന്നപ്പോൾ അമ്പുടുക്കുഞ്ഞ് ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അല്ല പനി മാറൂലേ എന്നൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് ബേജാറായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആണെങ്കിൽ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്പുടുക്കുഞ്ഞ് ആക്റ്റീവായത് കണ്ടപ്പോൾ സന്തോഷമായിട്ടോ. അപ്പോൾ പിടിച്ച വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെയാണെങ്കിൽ ആനക്കുട്ടി അമ്മ ഇരിക്കണേന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിച്ചു തരുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് പയ്യെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.